ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ കാന്തിക ഫലം. എല്ലാവരും സ്കൂളിലൊക്കെ പോകാൻ പറ്റാത്തതിൽ വിഷമിച്ചിരിക്കുകയായിരിക്കും അല്ലേ? നമുക്ക് ജീവൻ്റെ ജാഗ്രത അല്ലേ, ജീവനുള്ള ജാഗ്രത, സുരക്ഷിതമായിട്ട് നമുക്ക് വീട്ടിലിരിക്കാം. നമുക്ക് ഭാവിയിൽ കൂട്ടുകാരെയൊക്കെ കാണുകയും ക്ലാസ് മുറികളിലൊക്കെ ഇരുന്ന് പഠിക്കുകയും ചെയ്യാമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏതായാലും ഈ കോവിഡ് കാലത്ത് നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ വീട്ടിലൊരു ക്ലാസ് മുറി എന്ന നിലയിൽ ഓൺലൈനായിട്ട് നമുക്ക് പാഠഭാഗങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പം മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ കാന്തിക ഫലമാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെങ്ങനെയായിരുന്നു? വൈദ്യുതിയുടെ താപഫലം, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ? അവിടെ നിങ്ങൾ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ആയിട്ട് നിങ്ങൾ ബൾബ്, പിന്നെ ഇലക്ട്രിക് ഹീറ്റർ, അയൺ ബോക്സ്, നമ്മൾ ഇസ്തിരിപ്പെട്ടി ഒക്കെ നിങ്ങൾ അവിടെ വർക്കിംഗ് പഠിച്ചു. അതുകൂടാതെ ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയും അവിടെ നമ്മൾ ബൾബ്, ഫ്ലോറസെൻ്റ് ലാമ്പ്, LED ബൾബുകളൊക്കെ പഠിച്ചു. സെക്കൻഡ് ചാപ്റ്ററിൽ ഇലക്ട്രിസിറ്റിയുടെ കാന്തിക ഫലമാണ് പഠിക്കുന്നത്. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ? നിങ്ങൾ ഏതെങ്കിലും ഒരു സെല്ലും ഇരുമ്പാണിയും ചെമ്പ് കമ്പിയൊക്കെ ഉപയോഗിച്ച് കാന്തമാക്കി മാറ്റുന്നത് പലർക്കും ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ? ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇത് പറയുമ്പോൾ അടുത്ത ക്ലാസ്സിൽ ചെയ്തുകൊണ്ട് വരുന്ന കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും, അതായത് ക്ലാസ്സിലെ കുട്ടിശാസ്ത്രജ്ഞന്മാർ അല്ലേ? അപ്പോൾ അവരുടെയൊക്കെ കയ്യിലത് ഉണ്ടാവും. ആരും ഇപ്പോൾ എഴുന്നേൽക്കണമെന്നില്ല, ടീച്ചർക്ക് അറിയാം. അപ്പോൾ അത്തരം സെല്ലും ഇരുമ്പാണിയും ചെമ്പ് കമ്പിയൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ നിർമ്മിച്ച കാന്തത്തിന് നമ്മൾ എന്താണ് പേര് പറഞ്ഞത്? വൈദ്യുത കാന്തം അല്ലേ? ഇലക്ട്രോ മാഗ്നറ്റ്. എന്താണ് അതിൻ്റെ കാരണം? കറണ്ട് കടന്നു പോകുമ്പോൾ മാത്രമേ അതിനവിടെ കാന്തിക സ്വഭാവം ഉണ്ടാകുന്നുള്ളൂ. കറണ്ട് ഇല്ലാത്ത സമയത്ത്, അതായത് സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് അതിൻ്റെ കാന്തികത നഷ്ടപ്പെടുന്നു. അത്തരം കാന്തങ്ങളെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ കറണ്ടും കാന്തവും തമ്മിലൊരു ബന്ധം അല്ലേ? അപ്പം നമുക്കിത് പഠിക്കാൻ ഈ അടുത്ത കാലങ്ങളിലായിട്ടൊക്കെ ഇത് പഠിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഉപകരണങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ ഡോർ ബെല്ല്, ഫാന്, പിന്നെ നമ്മുടെ മോട്ടോറുകൾ, പിന്നെ നമ്മുടെ MRI സ്കാനിൽ, ഫൈബർ ഓപ്റ്റിക്സിൽ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളിലൊക്കെ ഇലക്ട്രിക് കറണ്ടും കാന്തവും തമ്മിലുള്ള ബന്ധം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഒരു കാലത്ത് ഈ രണ്ടും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ശാസ്ത്രലോകത്തിന് തീരെ അറിവില്ലായിരുന്നു. അതായത് ഏകദേശം 1820 വരെ. അന്ന് ഹാൻസ് ക്രിസ്ത്യൻ ഓയർസ്റ്റഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇത് തമ്മിലുള്ളൊരു ബന്ധം അവിചാരിതമായി കണ്ടുപിടിക്കാൻ ഇടയായത്. അതായത് ഇലക്ട്രിക് കറണ്ടുമായി ബന്ധപ്പെട്ട അനേകം പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നൊരു ശാസ്ത്രജ്ഞനാണ് നമ്മുടെ ഈർസ്റ്റഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അങ്ങനെ ഒരു ദിവസം പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് കടന്നു പോകുന്നൊരു ചാലകത്തിന് സമീപമായിട്ട് അദ്ദേഹം ഇരുന്നൊരു കാന്തസൂചിക്ക് വിഭ്രംശം, ചലനം ഉണ്ടാകുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. അവിടെ നിന്നാണ് കറണ്ടിനും കാന്തത്തിനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അനേകം പരീക്ഷണങ്ങൾ നടത്തുകയും ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ഒട്ടനവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ആ കണ്ടുപിടുത്തത്തിൽ നിന്നുണ്ടായ മാറ്റങ്ങളാണ് അല്ലേ? അപ്പോൾ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, കാന്തം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ കാന്തത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? കൂട്ടുകാർക്കൊക്കെ അറിയുന്നുണ്ടാവും. കാന്തത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കാന്തത്തിന് ധ്രുവതയുണ്ട്, പൊളാരിറ്റി. ഏതൊക്കെയാണ് കാന്തത്തിൻ്റെ പൊളാരിറ്റികൾ? നോർത്ത് പോളും സൗത്ത് പോളും അല്ലേ? ഇതെന്താണ്? ബാർ മാഗ്നറ്റ്. എല്ലാവരും കണ്ടു കാണും. ലാബിലൊക്കെ കയറിയാൽ ഇതൊക്കെ ഇങ്ങോട്ട് എടുത്തു വെച്ച് നോക്കുക എന്നൊക്കെ നമ്മുടെ കൂട്ടുകാരുടെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്. എല്ലാവരും കണ്ടു കാണും ഇത്തരം മാഗ്നറ്റുകൾ. ഇത് സൗത്ത് പോളാണ്, ഇത് നോർത്ത് പോളാണ്. അപ്പോൾ എല്ലാ കാന്തത്തിനും 2 ധ്രുവത ഉണ്ടായിരിക്കും, നോർത്ത് പോളും സൗത്ത് പോളും. ഒരു കാന്തം നമ്മൾ ഫ്രീ ആയിട്ട് തൂക്കിയിട്ടാൽ അത് ഏത് ദിശയിലായിരിക്കും എപ്പോഴും നിൽക്കുക? സ്വതന്ത്രമായിട്ട് നിൽക്കുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനാണ്. കാരണം ഭൂമി ഒരു കാന്തത്തെ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയുടെ വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ നോർത്തായിട്ട് എടുക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഒരു പോയിന്റ് എന്താണ്?
ഈ കാന്തത്തിന് ചുറ്റുമായിട്ട് കാന്തത്തിന്റെ ശക്തി അനുഭവപ്പെടുന്നുണ്ട്. അതും കൂട്ടുകാർക്കൊക്കെ അറിയാം അല്ലേ? ഒരു കാന്തമൊക്കെ കയ്യിലും പോക്കറ്റിലൊക്കെ ഉള്ള കൂട്ടുകാരെപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ ഡെസ്കിന്റെ മുകളിൽ ഇരുമ്പ് പൊടി ഇട്ടിട്ട് അതിന്റെ അടിയിൽ ഒരു കാന്തം വെച്ച് ചലിപ്പിക്കുമ്പോൾ ഇരുമ്പ് പൊടി ഒരു പ്രത്യേക ആകൃതിയിൽ അവിടെ ക്രമീകരിക്കപ്പെടുന്ന പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ വീട്ടുമുറ്റത്ത് മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കാൻ കാന്തം ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു കാന്തത്തിന് ചുറ്റുമായിട്ട് കാന്തത്തിന്റെ സ്വാധീനം അനുഭവപ്പെടുന്നുണ്ട്, കാന്തിക ശക്തി. അത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല അല്ലേ? ഇപ്പം നമ്മുടെ കയ്യിൽ നിന്നൊരു സാധനം വീഴുകയാണെങ്കിൽ അത് എങ്ങോട്ടാണ് വീഴുക? താഴോട്ടാണ് വീഴുന്നത്. കാരണം എന്താ? ഭൂമി ആകർഷിക്കുന്നുണ്ട്. ഈ ഭൂമിയുടെ ആകർഷണ ബലം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതേപോലെ കാന്തത്തിന് ചുറ്റുമായിട്ടുള്ള കാന്തത്തിന്റെ ആകർഷണ ശക്തി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ നമുക്കതിനെ കാന്തിക ബലരേഖകൾ ഉപയോഗിച്ച്, മാഗ്നറ്റിക് ലൈൻസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് എങ്ങനെ വരയ്ക്കാതെ അല്ലേ? ഒരു കാന്തത്തിന്റെ കാന്തിക ബലരേഖകൾ എപ്പോഴും എവിടുന്ന പുറപ്പെടുന്നത്? നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ്. കാന്തിക ദിശ നമ്മൾ എപ്പോഴും പറയുന്നത് ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്കാണ്. ഒരു കാന്തത്തിന് ചുറ്റുമായിട്ട് കാന്തിക മണ്ഡലം അനുഭവപ്പെടുന്നുണ്ട്. ആ കാന്തിക മണ്ഡലത്തിന്റെ ദിശ ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്കാണ്. ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ചാപ്റ്ററിന്റെ ഹെഡിങ് തുടക്കത്തിൽ പറയുന്ന ആ ചിത്രം എല്ലാവരും പുസ്തകമൊക്കെ കൊണ്ടുവന്ന് കാണുമല്ലോ അല്ലെ? എല്ലാവരുടെ കയ്യിലും പുസ്തകമൊക്കെ ഉണ്ടാവും. രണ്ടാമത്തെ ചാപ്റ്റർ എല്ലാവരും ഒന്ന് തുറന്നു നോക്കിയേ. അവിടെ 2 കുട്ടികൾ നിന്നുകൊണ്ട് പറയുന്ന വാചകം എന്താണെന്ന് ശ്രദ്ധിക്കേ. അപ്പം മോട്ടോറുകളിലും ഫാനുകളിലും ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ ഉൾഭാഗത്തെ ചിത്രമാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. കുറേ ചുരുളുകൾ അതിൽ കാണിക്കുന്നുണ്ട്. ആ ഭാഗത്ത് കുറേ ചുരുളുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ചുരുളുകൾ എന്തിനാണെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്? അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനാണ്. അപ്പോൾ ഈ ചുരുളുകൾ ഉപയോഗിച്ച് ഒരു വൈദ്യുത ഉപകരണത്തിൻ്റെ ഉൾഭാഗത്ത് അതിൻ്റെ മോട്ടോർ കറങ്ങുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ആ ശക്തി വർദ്ധിപ്പിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ പാഠപുസ്തകത്തിൽ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് 2 തരം കാന്തങ്ങളും നൽകിയിട്ടുണ്ട് അല്ലേ? ഹൗ ഡു ദ കോയിൽ സ്ട്രെങ്തൻ ദ മാഗ്നറ്റിക് ഫീൽഡ്? ആ ചുരുളുകൾ എങ്ങനെയാണ് അതിൻ്റെ കാന്തിക ശക്തി വർദ്ധിപ്പിക്കുന്നത്? അതിന് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് 2 പിക്ചർ തന്നിട്ടുണ്ട്. ഫിഗർ 2.1ഉം 2.2. ഫസ്റ്റ് ഫിഗർ ഏത് തരം കാന്തമാണ്? ചിത്രം 2.1 സ്ഥിരകാന്തമാണ്, ബാർ മാഗ്നറ്റ്. രണ്ടാമത്തെ ചിത്രം ഏതാണ്? ചിത്രം 2.2 അതൊരു ബാർ മാഗ്നറ്റ് ആണ്. അതൊരു വൈദ്യുത കാന്തമാണ്, ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. ഈ കാന്തത്തിൻ്റെ ശക്തിയും ദിശയും എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ആ ശക്തി നമുക്ക് നിത്യജീവിതത്തിൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു? അതിൻ്റെ ശാസ്ത്രീയ വിശദീകരണം എങ്ങനെ? അത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വിശദമാക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഒരു ബുദ്ധിമുട്ടായിട്ട് പലർക്കും അനുഭവപ്പെടുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാതെ. ഒന്നാമതായിട്ട്, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ആ ചാലകത്തിന് ചുറ്റുമായിട്ട് അനുഭവപ്പെടുന്ന കാന്തിക ശക്തിയുടെ ദിശയും സ്വഭാവവും മനസ്സിലാക്കുക. അതാണ് ഒരു പോയിന്റ്. ഒരു കാന്തം ധ്രുവത അടയാളപ്പെടുത്താത്ത ഒരു കാന്തത്തിന്റെ ധ്രുവത നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഒരു കാന്തസൂചി അതിൻ്റെ സമീപത്ത് കൊണ്ടുവന്നാൽ മതി അല്ലേ? അപ്പോൾ ഒരു കാന്തസൂചി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ചുമന്ന നിറത്തിൽ കൊടുത്തിരിക്കും. ചിലപ്പോൾ ബാർ മാഗ്നറ്റ് ആണെങ്കിൽ അവിടെ ഒരു വെളുത്ത ഡോട്ട് ഉണ്ടാകും. ഒരു വെളുത്ത ഡോട്ട് അല്ലെങ്കിൽ ഒരു ചുമന്ന നിറം കൊടുത്തിരിക്കും. ഈ ഭാഗമാണ് ഉത്തരധ്രുവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഉത്തരധ്രുവം കാന്തത്തിൻ്റെ അടുത്ത് വരുമ്പോൾ കാന്തത്തിൻ്റെ ഈ ഭാഗം എന്തായിരിക്കും? കാന്തസൂചിയുടെ ഉത്തരധ്രുവമാണ് ഇവിടെ വരുന്നതെങ്കിൽ ഈ ഭാഗം കാന്തത്തിൻ്റെ എന്തായിരിക്കും? ദക്ഷിണ ധ്രുവമായിരിക്കും. അപ്പോൾ ധ്രുവത മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു മാഗ്നറ്റിക് നീഡിൽ, കാന്തസൂചി നമുക്ക് ഉപയോഗിക്കാം അല്ലേ? അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കറണ്ട് കടന്നു പോകുന്ന ഒരു വൈദ്യുത കാന്തത്തിൻ്റെ കാന്തിക ദിശ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിന് നമ്മെ സഹായിച്ച ശാസ്ത്രജ്ഞനാണ് ഈസ്റ്റഡ് എന്ന് പറയുന്നത്. ഈസ്റ്റഡ് ചെയ്ത പരീക്ഷണത്തിന് സമാനമായൊരു പരീക്ഷണത്തിൻ്റെ ചിത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതിനു മുൻപായിട്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞു പോയിരിക്കുന്ന 1-2 ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്തു പോകാം. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫിഗർ 2.1-ൽ 2.2ൻ്റെ താഴെയായിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് വിച്ച് മാഗ്നറ്റ്സ് ആർ
കണക്റ്റഡ്. ഇത് ഏത് തരം കാന്തങ്ങളെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? കാന്തിക മണ്ഡല രേഖകളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കാന്തം ബാർ മാഗ്നറ്റ് സ്ഥിരകാന്തം, ചിത്രം 2.2 വൈദ്യുത കാന്തം. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ക്യാൻ യു ഐഡന്റിഫൈ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? കാന്തിക മണ്ഡല രേഖകളുടെ ദിശ എങ്ങനെ തിരിച്ചറിയാം? എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് അടയാളം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കാന്തിക ബലരേഖകളുടെ ദിശ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത എന്താണ് പറയുന്നത് നോക്കുക. ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ പൊളാരിറ്റി ഓഫ് ദീസ് മാഗ്നറ്റ് യൂസിങ് എ മാഗ്നറ്റിക് കോമ്പസ്? അതിൻ്റെ ധ്രുവത നമുക്ക് ഏത് ഭാഗമാണ് ഉത്തരധ്രുവം, ഏത് ഭാഗമാണ് ദക്ഷിണ ധ്രുവം എന്ന് നമുക്കൊരു കാന്തിക സൂചി മാഗ്നറ്റിക് നീഡിൽ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? ഒരു കാന്തസൂചി ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഉത്തരധ്രുവമാണ് ആകർഷിക്കുന്നതെങ്കിൽ ആ ഭാഗം കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവമായിരിക്കും. ഓക്കെ. അങ്ങനെ നമുക്കൊരു കാന്തസൂചി ഉപയോഗിച്ച് ധ്രുവത അറിയാത്ത ഒരു കാന്തത്തിൻ്റെ ധ്രുവത നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാഗ്നറ്റ് ഇൻ ദ പിക്ചർ? ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന കാന്തങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഒരു സ്ഥിരകാന്തത്തിൻ്റെ കാന്തികത ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതേസമയം താൽക്കാലിക കാന്തത്തിൻ്റെ കാന്തികത കറണ്ട് കടന്നു പോകുമ്പോൾ മാത്രമേ അത് പ്രകടിപ്പിക്കുകയുള്ളൂ. അതായത് അതിൻ്റെ കാന്തിക സ്വഭാവം താൽക്കാലികമാണ്. അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിലെ കാന്തിക സ്വഭാവം താൽക്കാലികമാണ്, ഒന്നാമത്തെ ചിത്രത്തിലെ കാന്തിക സ്വഭാവം സ്ഥിരമാണ്. ഓക്കെ. പക്ഷേ ഇതിൻ്റെ മാഗ്നറ്റിക് ലൈൻസ്, കാന്തിക ബലരേഖകൾ രണ്ടും ഒരുപോലാണ് വരുന്നത്. എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടാണ്? നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഈസ്റ്റഡ് ചെയ്ത പരീക്ഷണത്തിന് സമാനമായൊരു പരീക്ഷണമാണ് നിങ്ങൾക്ക് അടുത്ത പിക്ചർ തന്നിരിക്കുന്നത്. അതായത് പിക്ചർ 2.3A-യും 2.3B-യും. അതാണ് ടീച്ചർ ഇവിടെ എയും ബിയും ഇവിടെ ബോർഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എയിൽ AB എന്ന് പറയുന്ന ഒരു ചാലക കമ്പി എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? എല്ലാവരും ചിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്ക്. എന്തൊക്കെയാണ് അവിടെ തന്നിരിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ AB ആണ് നമ്മുടെ ചാലകം എന്ന് പറയുന്നത്. ആ ചാലകത്തിൽ കൂടി കറണ്ട് കടന്നു പോകുന്നുണ്ടോ? യെസ്, ഉണ്ട്. അതിന് ഏത് സ്രോതസ്സാണ് അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ 230 വോൾട്ട് സപ്ലൈ ആണോ? അല്ല, ഒരു DC കറണ്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്, സെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? ഇനി എന്താ അവിടെ തന്നിട്ടുണ്ട്? ഒരു കാന്തസൂചി തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ കാന്തസൂചിയുടെ കറണ്ട് കടന്നു പോകുമ്പോൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ആ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിന്ന് കാന്തസൂചിയാണ്. അതിന് സമാന്തരമായിട്ടാണ് AB എന്ന ചാലകം വെച്ചിരിക്കുന്നത്. ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ കാന്തസൂചിക്കുണ്ടായ ചലനമാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കാന്തസൂചി ചലിക്കണമെങ്കിൽ ഇതിന് ചുറ്റുമായിട്ട് എന്തുണ്ടാകണം? ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകണം. ആ കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കൊണ്ടായിരിക്കണേ കാന്തസൂചി ചലിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ എങ്ങോട്ടാണ് കാന്തസൂചിയുടെ ഉത്തരധ്രുവം ചലിച്ചിരിക്കുന്നത്? W ഭാഗം. W എന്ന് പറയുമ്പോൾ വെസ്റ്റ്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് അല്ലേ? അപ്പോൾ കറണ്ട് എങ്ങോട്ടാണ് കടന്നുപോയിരിക്കുന്നത്? എയിൽ നിന്നും ബിയിലേക്കാണ്. അതായത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക്. നമ്മൾ കാന്തസൂചിയുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ പറയാം? ഇതിവിടെ സൗത്ത്, ഇത് നോർത്ത്. അപ്പോൾ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് കറണ്ട് കടന്നു പോകുമ്പോൾ കാന്തസൂചിയുടെ ഉത്തരധ്രുവത്തിനുണ്ടായ ചലനം, ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്, വെസ്റ്റിലേക്കാണ്. അതായത് നമുക്കിങ്ങനെ ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ ഇത് സൗത്ത്, ഇത് നോർത്ത്. നമുക്ക് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ നമുക്ക് കാണിക്കാം അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കാന്തസൂചിയാണ് വെക്കുന്നത്. ഈ കാന്തസൂചിയുടെ ചലനം മുകളിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ക്ലോക്കായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഈ മുകളിലോട്ടുള്ള ചലനം എങ്ങനെയെന്ന് പറയാൻ നമുക്ക് അപ്രദക്ഷിണ ദിശയിലാണ്. അപ്പോൾ കാന്തസൂചിയുടെ ചലനം എന്ന് പറയുന്നത് അപ്രദക്ഷിണ ദിശയിലാണ്. ഇവിടെ കാന്തസൂചി എവിടെയാണ് വെച്ചിരിക്കുന്നത്? ചാലകത്തിന് മുകളിലാണോ ചാലകത്തിന് താഴെയാണോ? ചാലകത്തിന് താഴെയാണ് കാന്തസൂചി വെച്ചിരിക്കുന്നത്. അതായത് കാന്തസൂചിക്ക് മുകളിലാണ് ചാലകം. അപ്പോൾ ഈ കാന്തസൂചിക്ക് മുകളിലായിട്ട് അനുഭവപ്പെടുന്ന കാന്തിക ബലരേഖകളുടെ കാന്തിക മണ്ഡലത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഈ കാന്തസൂചിയുടെ ഉത്തരധ്രുവം മുകളിലോട്ട് ചലിക്കുന്നത്, വെസ്റ്റ് ഭാഗത്തേക്ക് അപ്രദക്ഷിണ ദിശയിൽ ചലിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നിങ്ങളുടെ ടേബിൾ പൂരിപ്പിക്കാനുണ്ട്. അതും കൂടെ എല്ലാവരും ഒന്ന് നോക്കിക്കോളാം, ടേബിളും കൂടെ. അതായത് പട്ടിക 2.1. ചാലകം കാന്തസൂചിക്ക് മുകളിൽ, കണ്ടക്ടർ എബവ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്രം A to B. എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട്. എന്താണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്? ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ, ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നീഡിലിൻ്റെ
ഡയറക്ഷൻ എങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ക്ലോക്ക് വൈസ് ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്രദക്ഷിണ ദിശ. എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ പുസ്തകത്തിൽ. ഓക്കെ, ഇനി നമുക്ക് ഈ പരീക്ഷണം കറണ്ടിൻ്റെ ദിശ മാറ്റി ആവർത്തിക്കണം. അതെ, ഇതിപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട്. നമുക്ക് സെല്ലൊന്ന് മാറ്റി കൊടുക്കാം. പോസിറ്റീവ് ഇവിടെയാണ്. അപ്പോൾ കറണ്ട് എവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകുന്നു? ബിയിൽ നിന്ന് എയിലേക്കാണ് ഒഴുകുന്നത്. കാന്തസൂചി ഇപ്പോഴും എവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്? ചാലകത്തിനടിയിലാണ്. കാന്തസൂചിക്ക് മുകളിലാണ് ചാലകം. അപ്പോൾ നമ്മുടെ കാന്തസൂചിയുടെ ചലനം, നോർത്ത് ചലനം കാണിച്ചിരിക്കുന്നത് താഴോട്ടാണ്, ഈസ്റ്റിലേക്കാണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്ലോക്കിൻ്റെ ഡയറക്ഷനുമായിട്ട് നമുക്ക് സങ്കല്പിച്ചാൽ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? പ്രദക്ഷിണ ദിശയിലാണ്. അപ്പോൾ ഒരു ചാലകത്തിന് താഴെയായിട്ടൊരു കാന്തസൂചി വെക്കുന്നു. ആ ചാലകത്തിൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ കാന്തസൂചിക്കുണ്ടായ ചലനം എങ്ങോട്ടാണ്? പ്രദക്ഷിണ ദിശയിലാണ്. എല്ലാവരും ഒന്ന് പൂരിപ്പിക്കുക. പട്ടിക 2.1. പട്ടിക 2.1 വൈദ്യുത പ്രവാഹം ബിയിൽ നിന്ന് എയിലേക്കായാൽ കാന്തസൂചിയുടെ ഉത്തരധ്രുവ എങ്ങോട്ടാണ് ചലിക്കുന്നത്? പ്രദക്ഷിണ ദിശയിൽ. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ആ പട്ടികയ്ക്ക് മുൻപായിട്ട് പാഠപുസ്തകത്തിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ കൊടുത്തിട്ടുണ്ട്. കറണ്ട് കടന്നു പോകുന്നത് എയിൽ നിന്നും ബിയിലേക്കാണ് എങ്കിൽ ഇലക്ട്രോൺ പ്രവാഹ ദിശ എങ്ങോട്ടായിരിക്കും? കൂട്ടുകാരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യമായിട്ട് അനുഭവപ്പെടും. അത് പേടിക്കാനൊന്നുമില്ല. എപ്പോഴും വൈദ്യുതി പ്രവഹിക്കുന്നത് ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് വിപരീത ദിശയിലായിരിക്കും. നമ്മൾ പണ്ട് കാലം മുതലേ സൗകര്യപൂർവ്വം പറഞ്ഞു വരുന്നതാണ്, പോസിറ്റീവ് പൊട്ടൻഷ്യലിൽ നിന്ന് നെഗറ്റീവ് പൊട്ടൻഷ്യലിലാണ് ബാഹ്യ സർക്യൂട്ടിലൂടെ വൈദ്യുതി ഒഴുകുന്നതെന്ന്. അപ്പോൾ അതേസമയം സെല്ലിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ പ്രവഹിക്കുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. അതെപ്പോഴും കൂട്ടുകാരെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഉയർന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാം. എന്താണ് പോയിന്റ്? വൈദ്യുതി പ്രവഹിക്കുന്നതിന് എതിർദിശയിലായിരിക്കും ഇലക്ട്രോൺ പ്രവാഹം. അപ്പോൾ വൈദ്യുത പ്രവാഹം എ ടു ബി ആണെങ്കിൽ ഇലക്ട്രോൺ പ്രവാഹം ബിയിൽ നിന്ന് എയിലേക്കാണ്. എല്ലാവരും അത് തെറ്റുകൂടാതെ ഒന്ന് എഴുതി പൂരിപ്പിക്കുക ടെക്സ്റ്റിൽ. നമുക്ക് 1 മാർക്കിന് ചിലപ്പോൾ എക്സാമിനൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ കടന്നുകൂടും. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഏതാണ്? ചാലകം കാന്തസൂചിക്ക് മുകളിലായിട്ടാണ് തുടക്കത്തിൽ നമുക്ക് ഈ 2 ചിത്രത്തിലും പറഞ്ഞിരിക്കുന്നത്. 2.3 എയിലും 2.3 ബിയിലും. അതുമായി ബന്ധപ്പെട്ട് പട്ടിക 2.1 നമ്മൾ പൂരിപ്പിക്കുകയും ചെയ്തു. ഇനി നെക്സ്റ്റ് പറയുന്നത് ഈ കാന്തസൂചി ചാലകത്തിന് മുകളിൽ കൊണ്ടുവെക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കാന്തസൂചിയുടെ ഉത്തരധ്രുവം എങ്ങോട്ടായിരിക്കും ചലിക്കുന്നത്? കാന്തത്തിന് മുകളിലായിട്ട് കാന്തസൂചി വെക്കുകയാണെങ്കിൽ ഉത്തരധ്രുവം എങ്ങോട്ടായിരിക്കും ചലിക്കുന്നത്? നമുക്ക് പിക്ചറൊന്നുമില്ല പുസ്തകത്തിൽ. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? താഴെ ആയിരുന്നപ്പോൾ ഉത്തരധ്രുവം വെസ്റ്റിലോട്ടാണ്. അപ്പോൾ മുകളിലാവുമ്പോൾ കറണ്ടിൻ്റെ അതിൻ്റെ പൊസിഷൻ മാറി. അപ്പോൾ നമുക്ക് താഴോട്ടായിരിക്കുന്ന ഒരു അനുമാനത്തിലെത്താം. ഇതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു സംഗതി നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. എന്താണത്? സൈഡിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട് പുസ്തകത്തിൽ. ആ QR കോഡ് നമുക്കൊന്ന്, ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഒരു വൈദ്യുത ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്ന ശാസ്ത്രജ്ഞൻ ചെയ്ത പരീക്ഷണം നമുക്കൊന്നിവിടെ ചെയ്തു നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമായ സാമഗ്രികൾ ഒരു ചെമ്പ് കമ്പിയാണ്. ഇതിന് ഇൻസുലേഷൻ ഉണ്ട്. ഇതിൻ്റെ 2 അഗ്രങ്ങളിലും ഇൻസുലേഷൻ നീക്കം ചെയ്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കയ്യിലൊരു 9 വോൾട്ട് സെല്ലുണ്ട്. ഈ 9 വോൾട്ട് സെല്ലിൻ്റെ ഈ അഗ്രമാണ് ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ. അതുപോലെ ഈ അഗ്രം ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനലുമാണ്. പിന്നീട് നമുക്ക് ആവശ്യമായത് ഒരു കാന്തസൂചിയാണ്. ഇതാണ് കാന്തസൂചി. ഈ കാന്തസൂചിയുടെ ഇവിടെ ചുവന്ന പെയിൻറ് ചെയ്തിട്ടുണ്ട്. ചുവന്ന പെയിൻറ് ചെയ്തിരിക്കുന്ന ഭാഗം ഇതിൻ്റെ നോർത്ത് പോളാണ്, അല്ലെങ്കിൽ ഉത്തര ധ്രുവം. മറ്റേ അഗ്രം ഇതിൻ്റെ സൗത്ത് പോളാണ്. ഇതിന് നമുക്ക്, ഇതൊരു സ്റ്റാൻഡാണ്. കാന്തസൂചി സ്വതന്ത്രമായി തിരിയാൻ സാധിക്കുന്ന വിധത്തിൽ നമുക്ക് അതിൻ്റെ മുകളിൽ വെക്കാം. അതിനുള്ള സ്റ്റാൻഡാണ്. നമ്മളങ്ങനെ സ്വതന്ത്രമായി തിരിയത്തക്ക വിധം കാന്തസൂചിയെ സ്റ്റാൻഡിൽ ഉറപ്പിച്ചാൽ അത് തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുക. ഇനി നമുക്ക് ചാലകത്തെ സെല്ലുമായി ഘടിപ്പിച്ച് അതിലൂടെ വൈദ്യുതി കടത്തിവിടാം. ഞാനിപ്പോൾ സെല്ലുമായി ഘടിപ്പിച്ചാൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് വടക്ക് നിന്ന് തെക്കോട്ടായിരിക്കും. ഈ രീതിയിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ
കാന്തസൂചിയുടെ ഉത്തരധ്രുവം ഏത് ദിശയിലേക്കാണ് വിഭ്രംശിക്കുക എന്ന് നിങ്ങൾ നിരീക്ഷിക്കണം. അതായത് ഉത്തരധ്രുവം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ അല്ല ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ എന്ന് നിങ്ങൾ നിരീക്ഷിക്കേണ്ടതാണ്. ഇനി നമുക്ക് വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ മാറ്റി പ്രവർത്തനം ആവർത്തിക്കാം. അതിനായി ഞാൻ ഈ സെല്ല് തിരിച്ചു വെക്കുകയാണ്. ഇപ്പോൾ ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവുമായി. ഈ രീതിയിൽ ഞാൻ വൈദ്യുത പ്രവാഹം നൽകുകയാണെങ്കിൽ വൈദ്യുതി പ്രവഹിക്കുന്നത് ദക്ഷിണ ധ്രുവത്തിൽ നിന്നും ഉത്തര ധ്രുവത്തിൻ്റെ ഭാഗത്തിലേക്കായിരിക്കും. അതായത് തെക്ക് നിന്നും വടക്കോട്ടായിരിക്കും. ഇനി കാന്തസൂചി ഏത് ദിശയിലേക്കാണ് വിഭ്രംശിക്കുക എന്ന് നിരീക്ഷിക്കുക. നോക്കൂ, ഇപ്പോൾ കാന്തസൂചി വിഭ്രംശിച്ചത് എൻ്റെ ഇടതുഭാഗത്തേക്കല്ലേ? അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ അപ്രദക്ഷിണ ദിശയിലാണ് ഇപ്പോൾ കാന്തസൂചി വിഭ്രംശിച്ചത്. ഇനി നമുക്ക് ഈ പരീക്ഷണം വീണ്ടും ആവർത്തിക്കാം. മുകളിൽ പിടിച്ച ഈ ചാലകം ഇനി കാന്തസൂചിയുടെ അടിയിലായി നമുക്ക് പിടിച്ചു നോക്കാം. വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ ഞാനിപ്പോൾ മാറ്റുന്നില്ല. വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ ഇപ്പോൾ തെക്ക് നിന്ന് വടക്കോട്ടേക്ക്. നിങ്ങൾ കാന്തസൂചി വിഭ്രംശിക്കുന്നത് നിരീക്ഷിക്കുമല്ലോ. ഇപ്പോൾ കാന്തസൂചി എൻ്റെ വലതുഭാഗത്തേക്കാണ് കാന്തസൂചിയുടെ ഉത്തരധ്രുവം വിഭ്രംശിച്ചത്. അതായത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാന്തസൂചിയുടെ ഉത്തരധ്രുവം പ്രദക്ഷിണ ദിശയിലാണ് ചലിച്ചത്. ഇനി ഇതേ പരീക്ഷണം നമുക്ക് ദിശ മാറ്റി നോക്കാം. ഇപ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്നത് വടക്ക് നിന്ന് തെക്ക് ഭാഗത്തേക്കായിരിക്കും. ഇനി ഞാൻ ഇതിനെ കാന്തസൂചിയുടെ അടിയിലായാണ് പിടിക്കാൻ പോകുന്നത്. കാന്തസൂചിയുടെ അടിയിലായി പിടിക്കുമ്പോൾ ഏത് ഭാഗത്താണ് വിഭ്രംശിക്കുക എന്ന് നിരീക്ഷിക്കുക. ഇതാ, ഇപ്പോൾ കാന്തസൂചിയുടെ ഉത്തരധ്രുവം എൻ്റെ ഇടതുഭാഗത്തേക്കാണ് വിഭ്രംശിച്ചത്. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, അതായത് അപ്രദക്ഷിണ ദിശയിലാണ് ഇപ്പോൾ വിഭ്രംശിച്ചത്. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകം കാന്തസൂചിക്ക് അടുത്ത് കൊണ്ടുവരുമ്പോൾ കാന്തസൂചി വിഭ്രംശിച്ചത് എന്തുകൊണ്ടായിരിക്കും? വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ചാലകത്തിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലവും കാന്തസൂചിക്ക് ചുറ്റുമുണ്ടായ കാന്തിക മണ്ഡലവും തമ്മിലുള്ള പരസ്പര പ്രവർത്തനം കൊണ്ടല്ലേ കാന്തസൂചി വിഭ്രംശിച്ചത്? ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് തൻ്റെ പരീക്ഷണത്തിലൂടെ തെളിയിച്ചത് ഇക്കാര്യമാണ്. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു എന്നും വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ മാറ്റിയാൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ മാറും എന്നും അദ്ദേഹം കണ്ടെത്തി. ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ഈ കാന്തിക മണ്ഡലവും കാന്തസൂചിയുടെ കാന്തിക മണ്ഡലവും തമ്മിലുള്ള പരസ്പര പ്രവർത്തനം മൂലമാണ് കാന്തസൂചി വിഭ്രംശിച്ചത് എന്ന് നമുക്ക് ഈ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം. ആ വീഡിയോയിൽ എന്താണ് സാറ് പറയുന്നത്? കാന്തസൂചി ചാലകത്തിന് താഴെ വെച്ചും പരീക്ഷണം ചെയ്യുന്നുണ്ട്, കാന്തസൂചി ചാലകത്തിന് മുകളിൽ വെച്ചിട്ടും പരീക്ഷണം ചെയ്യുന്നുണ്ട്, കറണ്ടിൻ്റെ ദിശ മാറ്റിയും പരീക്ഷണം ചെയ്യുന്നുണ്ട്. അപ്പം 4 സന്ദർഭമുണ്ട് അവിടെ. വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് നോക്കിയെങ്കിൽ ആ കാന്തസൂചിയുടെ ഡിഫ്ലക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ കാന്തസൂചി താഴെ വെച്ചുള്ള പരീക്ഷണം നമുക്ക് വ്യക്തതയായി. ഇനി മുകളിൽ കാന്തസൂചി വെക്കുമ്പോൾ കാന്തസൂചിയുടെ ഉത്തരധ്രുവത്തിനുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് വൈദ്യുതി കടന്നു പോകുമ്പോൾ കാന്തസൂചി മുകളിൽ വെച്ചാൽ ഉത്തരധ്രുവം ചലിക്കുന്നത് താഴേക്കാണ്, ഈസ്റ്റിലേക്കാണ് എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണ ദിശയിൽ. എല്ലാവരും വീഡിയോ കണ്ടപ്പം മനസ്സിലായില്ലേ? കാന്തസൂചി ചലിച്ചത് എങ്ങോട്ടാണ്? പ്രദക്ഷിണ ദിശയിലാണ്. എപ്പോഴാണ്? കാന്തസൂചി ചാലകത്തിന് മുകളിലായിരുന്നപ്പോൾ. അപ്പോൾ നമ്മുടെ പട്ടിക 2.2 എടുത്ത് എല്ലാവരും ഒന്ന് പൂരിപ്പിക്കും. എന്താണ് പറയുന്നത്? ഇഫ് ദി കണ്ടക്ടർ ബിലോ ദി മാഗ്നറ്റിക് നീഡിൽ, കണ്ടക്ടർ കാന്തസൂചിക്ക് ബിലോ, താഴെയാണ് എന്ന് പറഞ്ഞാൽ കാന്തസൂചി മുകളിൽ. അപ്പോൾ കറണ്ട് എവിടെ നിന്ന് കടന്നു പോകുന്നു? എയിൽ നിന്നും ബിയിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ചാലകത്തിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശയും ഈ നീഡിലിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശയും കൂടെ ഉള്ള പ്രതിപ്രവർത്തന ഫലമായിട്ടാണ് ഈ നീഡിലിന് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. അതെങ്ങോട്ടാണ്? താഴേക്കാണ്. ഇനി നോർത്ത് ചലിക്കുന്നത് താഴോട്ടാണ്, അത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക്. താഴോട്ടുള്ള ചലനം നമുക്ക് ഏത് ദിശയായിട്ട് പറയാം? നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലേ? അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് എഴുതുക, പ്രദക്ഷിണ ദിശയിൽ. ഇനി അവിടെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് പറയുന്നത്? കറണ്ടിൻ്റെ ദിശ മാറ്റുന്നു.
കാന്തസൂചി മുകളിൽ വെച്ചുകൊണ്ട് കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റുന്നു, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. അപ്പോഴും കാന്തസൂചിയുടെ നോർത്ത് പോൾ ചലിക്കുന്നത് എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. അത് മുകളിലോട്ടെന്ന് പറയുമ്പോൾ ഡയറക്ഷൻ എങ്ങനെ വരും? മുകളിലോട്ടെന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അപ്രദക്ഷിണ ദിശയിൽ. അപ്പോൾ പട്ടിക 2.2 എല്ലാവരും പൂരിപ്പിക്കുക. കാന്തസൂചി എങ്ങനെയാണ്? ചാലകം കാന്തസൂചിക്ക് താഴെയായിരിക്കുമ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് വൈദ്യുതി കടന്നു പോകുമ്പോൾ കാന്തസൂചിയുടെ ഉത്തരധ്രുവത്തിനുണ്ടാകുന്ന ചലനം അപ്രദക്ഷിണ ദിശയിലാണ്. അപ്പോൾ ആ QR കോഡ്, ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം ഇത് എങ്ങനെയാണ് ടീച്ചറെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കൊരു എക്സ്പെരിമെന്റ് നടത്തി നോക്കിയെന്നത് കണ്ടുപിടിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ നമുക്ക് ആ ചിത്രം ഉപയോഗപ്പെടുത്തിയേ നമുക്കിതിൻ്റെ കാന്തസൂചിയുടെ ദിശ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഞാനൊരു സൂത്രം പറയാം. അതായത് കാന്തസൂചി ചാലകത്തിന് താഴെയായിരിക്കുമ്പോൾ കറണ്ട് കടന്നുപോയത് എയിൽ നിന്നും ബിയിലേക്കാണല്ലോ. ആ ഡയറക്ഷനിലേക്ക് ഒരാൾ നീന്തുന്നതായിട്ട് സങ്കല്പിക്കുക. നീന്തുമ്പോൾ അയാളുടെ ഇടതുഭാഗം ഈ ഭാഗത്തേക്കാണല്ലോ വരുന്നത്. അയാളുടെ ഇടത് കൈ ഏത് ഭാഗത്താണോ ആ ഭാഗത്തേക്കായിരിക്കും കാന്തസൂചി ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. കാന്തസൂചിയെ നോക്കിക്കൊണ്ട് വേണം അയാൾ മുന്നോട്ട് നീങ്ങേണ്ടത്. മുന്നോട്ട് ഇങ്ങനെ നീന്തുന്ന ഒരാൾ കാന്തസൂചിയെ നോക്കുന്നത് എങ്ങനെയാണ്? താഴോട്ടാണ്. അപ്പോൾ കാന്തസൂചി എവിടെയായിരിക്കും? ചാലകത്തിന് താഴെയായിരിക്കും. അപ്പോൾ അയാളുടെ ഇടതുഭാഗം എങ്ങോട്ടാണ്? വെസ്റ്റിലോട്ടാണ്, അതായത് അപ്രദക്ഷിണ ദിശയിലാണ്. അപ്പം കാന്തസൂചിയുടെ സൂചി ചലിക്കുന്നത് അപ്രദക്ഷിണ ദിശയിലാണ്. അപ്പം വൈദ്യുതിയുടെ ഡയറക്ഷൻ തിരിക്കുന്നു. കാന്തസൂചി താഴെയാണ്. അപ്പോൾ അയാൾ തിരിച്ചിങ്ങോട്ടാണ് നീന്തേണ്ടത്. അപ്പോൾ അയാളുടെ ഇടതുഭാഗം എങ്ങോട്ടാണ് വരിക? ഈസ്റ്റിലോട്ടാണ് വരിക. ഈസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? പ്രദക്ഷിണ ദിശയിലാണ് കാന്തസൂചിയുടെ ചലനം. ഇനി കാന്തസൂചി മുകളിലാണ് വെക്കുന്നത്. നീന്തുന്ന ആളുടെ ഒരു കണ്ടീഷൻ എന്താണ്? കറണ്ടിന്റെ ഡയറക്ഷനിലായിരിക്കണം നീന്തേണ്ടത്. കാന്തസൂചി നോക്കിക്കൊണ്ട് നീന്തണം. ചാലകത്തിന് മുകളിൽ കാന്തസൂചി വെച്ചാൽ നീന്തുന്ന ഒരാൾക്ക് എങ്ങനെ മുകളിലോട്ട് കാണാൻ സാധിക്കുക? അപ്പോൾ അയാൾ എങ്ങനെ ആയിരിക്കും നീന്തുക? മലന്ന് കിടന്നായിരിക്കും നീന്തുക. അപ്പോൾ അയാളുടെ ഇടതുഭാഗം എങ്ങോട്ട് വരും? ഈസ്റ്റിലേക്ക് വരും. അപ്പോൾ കാന്തസൂചി മുകളിലാകുമ്പോൾ ഈസ്റ്റിലേക്കായിരിക്കും ഇടതുഭാഗം വരുന്നത്. അപ്പോൾ അപ്രദക്ഷിണ ദിശയിലായിരിക്കും നീഡിലിൻ്റെ ഉത്തരധ്രുവം ചലിക്കുന്നത് അല്ലേ? കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് മലന്ന് കിടന്ന് നിൽക്കുമ്പോൾ അയാളുടെ ഇടതുഭാഗം എങ്ങോട്ട് വരും? വെസ്റ്റിലോട്ട് വരും. അപ്പോൾ കാന്തസൂചി ചലിക്കുന്നത് എങ്ങനെയായിരിക്കും? അപ്രദക്ഷിണ ദിശയിലായിരിക്കും. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം, എങ്ങനെ കറണ്ട് കടന്നു പോകുന്ന ഒരു ചാലകത്തിന്റെ സമീപത്തായിട്ട് വെക്കുന്ന കാന്തസൂചിയുടെ ഉത്തരധ്രുവത്തിനുണ്ടാകുന്ന ചലനം കണ്ടുപിടിക്കാനായിട്ട് നീന്തുന്ന ഒരാളെ സങ്കല്പിക്കുക. എന്തൊക്കെയാണ് കണ്ടീഷൻ? കറണ്ടിന്റെ ദിശയിലായിരിക്കണം അയാൾ മുന്നോട്ട് നീന്തേണ്ടത്. എങ്ങോട്ട് നോക്കണം? കാന്തസൂചിയെ നോക്കണം. അപ്പോൾ മുന്നോട്ട് നീന്തുന്ന ഒരാൾ താഴെയാവുമ്പോൾ കാന്തസൂചിയെ നോക്കുമ്പോൾ ഇടതുഭാഗത്തേക്കായിരിക്കും ഉത്തരധ്രുവത്തിന്റെ ചലനം. സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്കിൽ അയാൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ഒരു പോയിന്റ് മാത്രം വെച്ചുകൊണ്ട് ബാക്കി 3 അവസ്ഥകൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഒരു പോയിന്റ് മനസ്സിൽ ഓർത്ത് വെക്കുക. കറണ്ട് കടന്നു പോകുന്ന ഡയറക്ഷനിൽ ആള് നീന്തുക, കാന്തസൂചിയെ നോക്കിക്കൊണ്ട് നീന്തുക, ഇടത് കൈ എങ്ങോട്ടാണോ ആ വശത്തേക്കായിരിക്കും കാന്തസൂചിയുടെ ഉത്തരധ്രുവം ചലിക്കുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിൽ വെക്കുക. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പറയുന്ന മറ്റൊരു പോയിന്റ് എന്താണ്? അപ്പോൾ ഈ കാന്തസൂചി ചലിക്കുന്നത് എന്തുകൊണ്ടാണ്? വെറുതെ ഒരു കാന്തസൂചി വെച്ചാൽ അതിന്റെ നീഡിൽ എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കുമല്ലോ. ആ കാന്തസൂചി ചലിക്കണമെങ്കിൽ ഇതിന് സറൗണ്ടിങ് ആയിട്ട് ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകണം. ആ കാന്തിക മണ്ഡലം ഉണ്ടായത് എങ്ങനെയാണ്? ഈ ചാലക കമ്പിയിലൂടെ കറണ്ട് കടന്നു പോയപ്പോൾ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റുമായിട്ടൊരു കാന്തിക മണ്ഡലം ഉണ്ടാകുമെന്നും കാന്തസൂചിയുടെ കാന്തിക മണ്ഡലവും കറണ്ട് കടന്നുപോയതിന്റെ ഫലമായിട്ടുണ്ടായ കാന്തിക മണ്ഡലത്തിന്റെ പ്രതിപ്രവർത്തന ഫലമായിട്ടാണ് കാന്തസൂചി ചലിച്ചത്. അതാണ് നമ്മുടെ ഒരു ചോദ്യം. കാന്തസൂചി വിഭ്രംശിക്കാനുള്ള കാരണം എന്തായിരിക്കും? കൂട്ടുകാർ എഴുതിക്കോളൂ. കാന്തിക സൂചിയുടെ കാന്തിക മണ്ഡലത്തിന്റെയും കറണ്ട് കടന്നുപോയ ചാലക കമ്പിക്ക് ചുറ്റുമുണ്ടായ കാന്തിക മണ്ഡലത്തിന്റെയും പ്രതിപ്രവർത്തന ഫലമായിട്ടാണ് കാന്തസൂചി നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തത്. അപ്പോൾ why the needle deflect when it placed below the conductor when current flowing through it? When current flowing through a conductor, there is a magnetic field formed around it.
ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് നീഡിൽ, these two magnetic field react each other, so the needle deflects. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിഭ്രംശത്തിന്റെ ദിശ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ ആശ്രയിക്കുന്നുണ്ടോ? നീഡിലിന്റെ ഡിഫ്ലക്ഷൻ ഇൻഫ്ലുവൻസ് ദി ഡയറക്ഷൻ ഓഫ് കറണ്ട്, യെസ് ഓർ നോ? നമ്മൾ 4 പൊസിഷൻ കണ്ടു, അതിൽ 2 എണ്ണം കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റിയാണ്, 2 എണ്ണം കാന്തസൂചിയുടെ സ്ഥാനം മാറ്റി. അപ്പോൾ കറണ്ടിന്റെ സ്ഥാനം മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നോർത്ത് പോളിന്റെ ഡിഫ്ലക്ഷൻ മാറുന്നുണ്ട്. യെസ്, the deflection of needle influence the direction of current. അല്ലേ? അത് അപ്പോൾ ഒരു സ്ട്രൈറ്റ് കണ്ടക്ടർ എടുത്തിട്ട് അതിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുമെന്നുള്ളത് ഒരു കാന്തസൂചി ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ മനസ്സിലായി നമുക്ക്, അല്ലേ? ഇനി ആ സ്ട്രൈറ്റ് കണ്ടക്ടറിൽ ഉണ്ടായ കാന്തിക മണ്ഡലത്തിന്റെ ദിശ എപ്രകാരമായിരിക്കും? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. കറണ്ട് കടന്നു പോകുന്ന ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാകുമെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഈഴ്സ്റ്റൺ. ഓക്കെ.